രണ്ട് കെട്ടി ഇപ്പോൾ മൂന്നാമൻ്റെ ഗർഭം ധരിച്ച ഭാര്യയും സമയമില്ലാത്ത പൂക്കുറ്റിയുടെ ഗർഭമുണ്ടാക്കലുമൊക്കെയാണ് ഇപ്പോൾ തുറക്കുന്ന യൂട്യൂബിലെല്ലാം പറയുന്നത് ഈ ഒരു വിഷയം മാത്രമാണ്. കഴിഞ്ഞ 13 വർഷമായിട്ട് ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണിനോട് ഞാൻ ചോദിച്ചു എന്നോടൊപ്പം ഇറങ്ങി വരാൻ പറ്റുമോന്ന്. ഓൺ ദ സ്പോട്ടിൽ ആ നായിന്റെ മോൾ എന്നോടൊപ്പം ഇറങ്ങി വന്നു കളഞ്ഞടേ അമ്മ. മൂന്നാമതൊന്ന് കെട്ടി നന്നായി ജീവിക്കടാ കരളെ എന്നൊക്കെയാണ് ഈ പ്രോഗ്രാമുകളുടെ യൂട്യൂബുകളുടെ താഴെ ഓരോരുത്തർ എഴുതിയിരിക്കുന്നത്. നീയാണടാ മുത്ത്. നീ ആ സൈക്കോളജി വിട്ടിപ്പോ ഈ സൈക്കോളജി പിടിച്ചേക്കാണല്ലേ. പെമ്പിളരെയൊക്കെ ഇങ്ങനെ പറവറ മാറ്റാൻ നീ ആരുടെ? സനീഷ് മാധവൻ. സ്വന്തം ഭാര്യ കണ്ടവന്റെ ഗർഭിണിയായത് കണ്ടിട്ടും നീ സമചിത്തതയോടെ ഇരിക്കുന്നില്ലടാ. കെട്ട് മൂന്നാമത് വേറൊന്ന് നിന്റെ കൂടെ ഞങ്ങളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്റെ പൊന്നോ വേണ്ട. വല്ലവന്റെ ഭാര്യയെ തട്ടിക്കൊണ്ടു പോകുന്നതിനോട് കർത്താവ് ക്ഷമിക്കോ? ഒരിക്കലുമില്ല. എനിക്ക് അതറിഞ്ഞാ മതി. മൊത്തത്തിൽ ചോദിച്ചാൽ ആകെ മൊത്തം ടോട്ടൽ രസകരമാണ് കാഴ്ചകൾ. ഒരേ സമയം ഒരുപോലെ പ്രണയിച്ച് അല്ലെങ്കിൽ പ്രണയം അഭിനയിച്ച് അവരുടെ പുറകെ ചുറ്റിക്കറങ്ങുന്ന ഒരു ഭൂലോക പിഴയെ തലയിൽ കണ്ണട സദാ വച്ച് വിചിത്ര വേഷങ്ങളിട്ട് മലയാളിയോട് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടിയെപ്പോലെ സദാ സംസാരിക്കുന്ന പൂക്കുട്ടി. അണ്ണൻ കരുതുന്ന പോലെ ഞാൻ അത്ര പാവമൊന്നുമല്ല. ഞാനേ കൂതറയാ, വെറും കൂതറ. ആ മനുഷ്യൻ താണു വീണ് കേഴുന്നത് മാത്രമല്ല, എൻ്റെ ഗർഭം ഇങ്ങനെയല്ല, എൻ്റെ ഭർത്താവ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ വച്ച് കെട്ടാം എന്നൊക്കെയുള്ള ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നതൊക്കെ അഞ്ചൽ വിളക്കുപാറ ഗ്രാമത്തിലെ പള്ളിക്കൂടത്തിൽ പഠിക്കാത്ത ആളെ പോലെയാണ് എന്നെനിക്ക് തോന്നി. നീ ഇങ്ങനത്തെ ആളാണല്ലേ. എന്നാൽ ഇനി ഞാനൊരു സത്യം പറയാം. അഞ്ചലിനടുത്ത് വിളക്കുപാറയിലാണല്ലോ ഇദ്ദേഹം ജനിച്ചത്. അവിടുത്തെ ഒരു പള്ളിക്കൂടത്തിൽ നിന്നും പോകാത്ത ഒരുത്തം പോലും ഇങ്ങനത്തെ ഈ ബോർ വർത്താനം പറയില്ല. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അതായത് ഒരു പെണ്ണിനെ പിടിച്ച് ഗർഭിണിയാക്കുക, എന്നിട്ട് അവളുടെ പറയാ നിന്റെ റിട്ടയർഡ് ഭർത്താവില്ലേ അവന്റെ തലയിൽ വെച്ചു കൊടുക്കുക. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. മനസ്സിലായോ? നമ്മളുടെയൊക്കെ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുള്ളൂ. ജനിച്ചതേ ഇംഗ്ലീഷിൽ സായിപ്പിന്റെ നാട്ടിലാണെന്ന് തോന്നുന്നു. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ? എനിക്കത് ഓർമ്മയില്ല. പക്ഷേ ഈ പെണ്ണ് പിടിക്കുമ്പോൾ പെണ്ണുങ്ങളോട് താണു വീണ് കേണ അപേക്ഷിക്കുന്ന എല്ലാം ശുദ്ധ മലയാളത്തിലാണ്. ഒരുമാതിരി മറ്റേ പണി കാണിച്ചോണ്ടല്ലോ. അടിച്ചും കറണ കുറിച്ച് വിളിച്ചോളൂ. ഞാൻ ആ ഊച്ചാളിയാ. എനിക്ക് അങ്ങനെ മോഹമുണ്ട്. മനസ്സിലായോ? ഞാനിപ്പോഴും കണ്ടവന്റെ ഭാര്യയായി നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ കെഞ്ചുന്നത് തനി കൊല്ലം ഭാഷയിലാണ്. ഇവനെയൊക്കെ പുളിവാറ് കൊണ്ട് അടിക്കണം. അല്ലെങ്കിലും എന്താ പറയാ, തറ ലെവലില് കെഞ്ചാനൊക്കെ മലയാള ഭാഷയാണ് നല്ലത്. മറ്റേ ഇംഗ്ലീഷ് ആയാൽ കടുകട്ടിയായി പോകും, ഏക്കൂല. ഇങ്ങനെയുള്ള ഗർഭം കലക്കൽ അടക്കമുള്ള പരിപാടികൾ, അല്ലെങ്കിൽ എൻ്റെ ഗർഭം നീ വേറൊരുത്തൻ്റെ ഭർത്താവിൻ്റെ തലയിൽ കെട്ടിവെച്ചുവിടുന്നൊക്കെ പറയുമ്പോൾ അത് മലയാള ഭാഷ തന്നെയാണ് നല്ലത്. സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാനുണ്ടോ നിനക്ക് ആഭാസൻ? ആദ്യത്തത് അബോട്ടായിപ്പോയി, രണ്ടാമത്തത് ക്ലച്ച് പിടിച്ചു. അപ്പൊ അതിന് ആ പെണ്ണ് പറയാണ്, എടാ പൂക്കുട്ടി ഒരു 10 കോടി താ. കയ്യിന്ന് പോയടാ ചാർലി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 10 കോടി രൂപയാണ് ചോദിക്കുന്നത് ഒരു അവിഹിത ഗർഭത്തിന്. ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ടു. മൂവരും അവരവരുടെ റോളുകൾ ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു എന്ന് പറയാതെ തരമില്ല. പിന്നെ ഇയാളുടെ ഈ പൂക്കുട്ടിയുടെ കാലപ്പിടുത്തത്തിന്റെ മലയാളത്തിൽ കിടന്ന് കെഞ്ചുന്ന ഭാഷ, അയ്യേ ആലോചിക്കും തോറും നാണിച്ച് തൊലി പൊളിയുന്നു. പുറത്തു മാഞ്ഞ് പുള്ളി തനി ആഭാസൻ. ഹോളിവുഡ്, മലയാളം, ഹിന്ദി ഭാഷകളിലായി ശബ്ദമിശ്രണം. അക്കാദമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞ വലിയ ലോകം മുഴുവൻ അറിയുന്ന സംഘടനയുടെ ശബ്ദമിശ്രണ അവാർഡ് കമ്മിറ്റിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ഈ പൂക്കുറ്റി. കഷ്ടം. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മാന്യനുമാണ്. പടച്ചോനോർത്ത് എൻ്റെ മാനം കളയരുത്. എൻ്റെ ഒരു ഹാജത്തുകൊണ്ട് ആദ്യമായിട്ടൊരു അബദ്ധം പറ്റിയതാണ്. ഈ പത്മശ്രീക്കൊക്കെ ഇങ്ങനെയാണ് വിലയില്ലാതെ പോകണം. കാരണം ഇങ്ങനെ വ്യഭിചരിച്ചൊക്കെ നടക്കുന്നവന് കൊടുക്കാമോ എന്ന് കേന്ദ്ര ഗവൺമെൻറ് 100 വട്ടം ആലോചിക്കണം. അല്ലെങ്കിൽ പത്മശ്രീ കൊടുക്കുന്നതിന് മുമ്പ് അവൻ്റെ ഇന്ന് എഴുതി വാങ്ങണം, മാന്യമായിട്ട് മരിക്കുന്നവരെ ഇനി ജീവിക്കാം.
ഇത് പത്മശ്രീ മാറ്റി വെച്ചിട്ടാണ് കള്ളവെടി വയ്ക്കാൻ പോണത്. മനസ്സിലായില്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല മാന്യനായിട്ട് നടക്കും, പക്ഷെ ആള് മഹാപിഴയായിരിക്കും. അത്തരം ആൾക്കാരെ പറ്റി പറയണ പേരാണ് പകൽമാന്യൻ. പറഞ്ഞിട്ട് എന്ത് കാര്യം? അട്ടയെ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കിടക്കില്ലല്ലോ. അല്ലെങ്കിൽ ഇയാൾക്ക് കാമഭ്രാന്ത് അടക്കാനാവുന്നില്ല എങ്കിൽ ഇരുചെവി അറിയാതെ കണ്ടവന്റെ ഭാര്യയല്ലാത്ത നല്ല പെമ്പിള്ളേരെ ബോംബെയിൽ കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. പറ്റിപ്പോയി സാറേ, പറ്റിപ്പോയി. ഒറ്റോരത്തര എന്നെ കൊണ്ട് പിരികേറ്റ് ഇതൊക്കെ ചെയ്യിച്ചത്. ഒപ്പം ഇയാൾ വിളക്കുപാറ ഗ്രാമത്തിലെ നല്ല മരമണ്ടനായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ മണ്ടത്തരം ചെയ്യോ? ഒരുത്തൻ്റെ എല്ലാ തരികടിയും പഠിച്ച ഒരു പെണ്ണിനെ ഗർഭിണിയാക്കുക. വിശ്വസിക്കരുതടാ, ലോകത്ത് ഒരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. അവളുടെ അമ്മയാണെങ്കിൽ മോളെ എഴുകൊണ്ടത്. അമ്മയും മോളും കൂടെ ചേർന്ന് യവനെ ശരിക്കും ട്രാപ്പിലാക്കി. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച അല്ല, സമയം 4:30 നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സീൻ ഉണ്ടായിട്ടില്ല, ഷോ ഉണ്ടായിട്ടില്ല. ഇപ്പൊ എടുത്ത തീരുമാനമല്ലേ, പെട്ടെന്ന് മാറ്റിക്കൂടെ? 10 കോടി രൂപ തന്നിട്ട് പോടാ മറ്റവനെ എന്നാണ് തള്ളയും പറയുന്നത്. തള്ള പറയാൻ എൻ്റെ കൈ കിട്ടി അവനെ അടിച്ച് റെഡിയായി കളയുന്ന പറഞ്ഞു. ആരെ? ഈ ഓസ്കാർ വിന്നർ പത്മശ്രീയെ പറയാണ്. ശനി കൊണ്ടേ പോവും. ആര് കൊള്ളും? ഞാൻ തന്നെ കൊള്ളും. എനിക്കറിഞ്ഞൂടാ, തനി ഈ വിളക്കുപാറ ഗ്രാമത്തിലെ ഒരു ബുദ്ധിയില്ലാത്ത, ബുദ്ധി ഉറയ്ക്കാത്ത ഒരുത്തനെ പോലെയാണ് ഇപ്പോൾ പൂക്കുട്ടിയുടെ പോക്ക്. കണ്ട പെമ്പിള്ളാരെ വഴിതെറ്റിക്കാൻ നടക്കാണ് അല്ലടാ? ഞാൻ മാക്സിമം വേണ്ടെന്ന് പറഞ്ഞതാ, എന്നിട്ട് കേട്ടില്ല. എന്റെ മനസ്സ്. എനിക്ക് ഗർഭനിരോധന മാർഗങ്ങൾ ഉപയോഗിച്ച് ലീലാവിലാസങ്ങൾ നടത്തുന്നത് തീരെ ഇഷ്ടമല്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലടാ പൂക്കുട്ടി എന്നാണ് ആ പെണ്ണ് കേൾക്കുന്നത്. പെണ്ണിന് ഗർഭനിരോധന മാർഗങ്ങളൊന്നും ഇഷ്ടമല്ല, ലൈവാണ് ഇഷ്ടം. ഇവരോട് ഞാനൊരു 100 വട്ടം പറഞ്ഞതാ വേണ്ട വേണ്ട. 100 വട്ടം പറഞ്ഞു സാറേ, 1 വട്ടം പറഞ്ഞുള്ളൂ. 2ാമത്തെ പ്രാവശ്യം പുള്ളി സമ്മതിച്ചു. അത് ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞില്ലേ അന്നേ? നീ എൻ്റെ അടുത്ത് വരുമ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? പറയുന്നുള്ള വിശ്വസിച്ച ഇയാൾ മരപ്പൊട്ടനല്ലേ എന്ന് ഞാൻ ചോദിക്കും. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? കാരണം എടാ, ഗർഭനിരോധന മാർഗങ്ങൾ സ്വീകരിക്കാതെ പോയാൽ ആ പെണ്ണ് ഗർഭിണിയാവൂലേ? ഒരിക്കൽ കലക്കി, 2ാമതും 5ാമതോ ഗർഭിണിയായാൽ അവളുടെ ട്രാപ്പിലാവില്ലടാ പൊട്ടാ നീ എന്നാണ് എനിക്ക് പൂക്കുട്ടിയോട് ചോദിക്കാൻ തോന്നുന്നത്. അങ്ങനെ ഒരു വളം നിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുവാടാ. അല്ലെങ്കിൽ ഇടാ കിഴക്കേക്കോട്ട് ഇറങ്ങുന്നതിനൊരു തമ്പാനൊരു ഇറങ്ങണ്ടേ? ഈ മര ശുദ്ധ പൊട്ടനാണെന്ന് ഞാൻ പറയും. മരപ്പൊട്ടനും അല്ല, വേട്ടാവളിയനെന്ന് വിളിച്ചാലും കുറഞ്ഞു പോകുമെന്നാണ് എനിക്ക് തോന്നണേ. ഇനി എനിക്ക് സംസാരിക്കുന്ന താല്പര്യമില്ല. പൊട്ടന് ലോക പൊട്ടനാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട്